ഇതിനകത്ത് നമ്മൾ കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ കൊടുക്കാനുള്ള പ്രൂഫ്, അതിപ്പോൾ സയൻറ്റിഫിക് പ്രൂഫായാലും ഡിജിറ്റൽ പ്രൂഫായാലും നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഇവർ കേസ് കൊടുക്കുന്നതിന് 3 ദിവസം മുന്നേ നമ്മൾ എത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ തെളിവുണ്ടെന്ന് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ തെളിവ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഈ നമ്മളെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞവരില്ലേ, അവർ ഒരു തെളിവ് പോലും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ക്യാമറയുടെ മുന്നിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയും തെളിയിച്ചിട്ടില്ല. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോപണം ഞാൻ ഏറ്റെടുക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഒരു വർക്ക് പ്ലേസിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് ദിയയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു എന്ന് പറയുന്നത്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജാതി എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ തന്നെ എന്നാൽ ഞാൻ അവരെ മിസ്ട്രീറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പോലും പോകാൻ പാടില്ല. അങ്ങനെയാണല്ലോ അവർ പറഞ്ഞു വരുന്നത്. ഞാൻ അവിടെ എന്നെക്കൊണ്ട് പറ്റിയിട്ടുള്ള പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള എല്ലാ ദിവസവും, പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ അവിടെ പോയി അവരുടെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ ഇവരോട് പറയുമായിരുന്നു, എല്ലാ ദിവസവും നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ വീടായിരിക്കണം. നമ്മുടെ വീട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഞാൻ ഇവരോടൊന്നല്ല, ഇനി നാളെ ഒരാൾ വന്നാലും ഞാൻ അവരോട് പറയും. അപ്പോൾ എൻ്റെ വീട് ഞാൻ എപ്പോഴായാലും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടും. കാര്യം എനിക്ക് എൻ്റെ വീട് വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. അതേപോലെ എൻ്റെ ഓഫീസ് എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഞാൻ ഇവരോട് എപ്പോഴും ചെന്ന് പറയും, ഇന്നിപ്പോൾ പാക്കിങ് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് തൂക്കുക, ക്ലീൻ ചെയ്തിടുക. പക്ഷെ അവർ പലപ്പോഴും അത് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചൂലെടുക്കും, തുടയ്ക്കുന്നതെടുക്കും, ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ജാതിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ അങ്ങ് നിൽക്കാം. ഇത് ഞാനായിരുന്നു അവരുടെ മുമ്പിൽ പോയി തൂത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ CCTV ഫുട്ടേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. തൂത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഞാൻ പോലും അവിടെ പോയി തൂത്തുകൊണ്ട് നിൽക്കുന്നൊരു ഗതികേടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്? പിന്നെ എൻ്റെ 5ാം മാസം പ്രഗ്നൻസിക്ക് ഈ പറയുന്ന വിനിതേനെയും ദിവ്യനെയും രാധുവിനെയും 3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിൽ രാധു എന്തോ കാരണം കൊണ്ട് വന്നില്ല. ദിവ്യ ആൻഡ് വിനിത 2 പേരും അന്ന് അവിടെ വന്നിട്ടുമുണ്ട്. അതിൻ്റെ ഫുട്ടേജ് എൻ്റെ അമ്മയുടെ ബ്ലോഗിലും ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ കൂടെ ഇരുന്നാണ് അവർ ഫുഡ് കഴിച്ചതും. പ്ലസ് സ്റ്റേജിൽ കയറി സുമംഗലിയായിട്ടുള്ളവർ, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊരു പൂജ ചെയ്യണം എന്നെ. ആ പൂജയ്ക്ക് പോലും അയാളെ മാറ്റി അവിടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വന്നത്, ഞാൻ പറഞ്ഞിട്ട് വിനിത മാറിയിരിക്കുന്നത് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് അയാൾ വന്ന് സ്റ്റേജിൽ കയറി പൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമോ? ഇല്ല. രണ്ടാമത് നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കൊടുക്കുമോ? ഇല്ല. മൂന്നാമത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കയറുന്ന സ്റ്റേജിൽ എന്തിനും ഞാൻ ആ കുട്ടിയെ കയറ്റി എനിക്ക് ജാതികാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെ കണ്ടതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറ്റിച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഒരു തെളിവ് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അന്ന് ഈ ആരോപണങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ QR കോഡ് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരും, അതുകൊണ്ട് ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ മാറ്റിയതെന്നാണ്. അതിനോട് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. അവർ ഈ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടത് തന്നെയാണ്. തെളിവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞത് പറയട്ടെ. ടാക്സ് വെട്ടിക്കാൻ ഞാൻ അവരോട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റോ ഒരു വോയിസ് നോട്ടോ, അല്ലെങ്കിൽ അവർ സൈബറിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള കോൾസ് കിട്ടുമല്ലോ, ടാപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ തമ്മിലുള്ള സംസാരിച്ചിട്ടുള്ളതല്ലേ ഏതെങ്കിലും ഒന്നിലെങ്കിലും എടോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ പൈസ മേടിച്ചോ, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയട്ടെ. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അവർ എനിക്ക് ക്യാഷ് എടുത്ത് തരുന്നുണ്ടായിരുന്നത് പറഞ്ഞു. അതും വിഡ്രോ ചെയ്ത് എടുത്ത് തരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഗൂഗിൾ പേയും അല്ല. അപ്പോൾ വിഡ്രോ ചെയ്ത് എടുത്തെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ തെളിവ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വേണം. അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ആരും മന്ദബുദ്ധികളല്ല, അല്ലെ കോമൺ സെൻസ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഇതിൽ വ്യക്തമായി അവർ തെളിവ് കാണിക്കണം. രണ്ടാമത് ഏത് ATM നിന്ന് അവരെടുത്തു, ആ ATMൻ്റെ CCTV ഫുട്ടേജ് എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരാൾ ആ ATMിൽ കയറി ക്യാഷ് എടുക്കുന്നതിൻ്റെ ഫുട്ടേജ് പുറത്തു വിടുക. നമുക്ക് ഈ ആരോപണങ്ങളൊക്കെ അങ്ങ് സമ്മതിക്കാം. മറ്റൊരു വിഷയം, ഈ ദിയയുടെ അച്ഛൻ G. കൃഷ്ണകുമാറും ഇത്തരത്തിൽ ഇവരെ ഫോൺ വിളിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു സംസാരം ഉണ്ടായോ? ഇവിടെ വന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു പെരുമാറ്റം ഉണ്ടായിരുന്നു? ഈ മോശമായി സംസാരിക്കുന്നു എന്ന് അവരാരോപിച്ച വോയിസ് നോട്ട് അവർ തന്നെ കേൾപ്പിച്ചായിരുന്നു. അത് കേട്ടതിൽ വെച്ചിപ്പോൾ ഞാനൊരു ഇതിനകത്ത് കഥയിലുള്ള ഒരാളല്ല, പുറത്തുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോട് ആരെങ്കിലും ഇതുപോലെ പെരുമാറി അവരുടെ അച്ഛനായാലും ഇതുപോലെ വിളിച്ച് സംസാരിക്കത്തുള്ളൂ. അല്ലാതെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എന്നെ രാത്രി വിളിച്ചിട്ട് അവർ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം ഞാനത് എൻ്റെ അച്ഛൻ പിന്നെ അവരെ വിളിച്ച് എന്ത് പറയണം? സാർ അങ്ങനെയൊന്നും പറയരുത് എന്ന് ഒരു അച്ഛനും പറയില്ലല്ലോ. അത്രേ എൻ്റെ അച്ഛനും ചെയ്തുള്ളൂ. എൻ്റെ അച്ഛൻ മോശമായി ഒരു വാക്ക് പോലും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. അത്രയേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറമുള്ളൊരു തെളിവ് അവരുടെ ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാലും എന്നെ വിളിച്ചു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറയും. ശരി, എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. അവർക്ക് അത്രേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ വന്നതും പിന്നെ ഇത്രയും നാളവിടെ വർക്ക് ചെയ്തതും എനിക്ക് 3 പേരെ അറിയാം. അവരും അന്ന് ഇവിടെ വന്നതും ഈ 3 വ്യക്തികളെ അല്ല. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്ര ടിപ്പ് ടോപ്പായിട്ട് സ്മാർട്ടായിട്ട് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ വ്യക്തമായി നിന്നവർ അച്ചടിച്ച പോലെയാണ് പറയുന്നത്. അന്ന് ഇവിടെ നിന്ന് 3 പേരും
ഇവർ ഈ നമ്മൾ കെട്ടിയിട്ട് ഇടിച്ചു എന്ന് പറയുന്നു. എൻ്റെ കാലിൽ വീണ് അവർ ഈ തെറ്റൊന്ന് നമ്മളൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കാല് വീഴാൻ വന്നപ്പോൾ പോലും ഞാൻ അവരോട് പറഞ്ഞത്, കാല് വീഴരുത്, എന്നെ തുടരുത്, നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം പോലും ഇനി വേണ്ട. അപ്പോൾ അവരെൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. അവർ കാല് പിടിച്ച് പറയാൻ വന്നപ്പോലും ഞാൻ പറഞ്ഞത്, എനിക്കിത് വിടണമെന്നേ ഉള്ളൂ, പ്ലീസ്. ഞാൻ അങ്ങോട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്കിത് വിടണമെന്നേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യും, കേസിന് പോകണ്ട, ഇങ്ങനെ തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ അവർ കൗണ്ടർ കേസ് വിത്തൗട്ട് പ്രൂഫ് പോയിട്ട് അതാണല്ലോ ആദ്യം ന്യൂസിൽ വന്നിരിക്കുന്നത്. നമ്മളാണ് ആദ്യം കേസ് കൊടുത്തത്. എന്തുകൊണ്ട്? പക്ഷെ അവർ പറയുന്ന അവരാണ് ആദ്യം കേസ് കൊടുത്തതെന്നാണ്. ഓക്കെ, അപ്പം ഏഷ്യാനെറ്റിനകത്ത് അച്ഛൻ തെളിവ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്നാ കൊടുത്തിട്ടുള്ളത് കേസ് എന്നുള്ളത്. ഇനി അവരെന്നാ കേസ് കൊടുത്തെന്നുള്ളതിൻ്റെ റെസിപ്റ്റ് കാണിക്കട്ടെ, നമുക്ക് ഡേറ്റ് വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞത് അവർ കേസ് കൊടുത്തു എന്നാണ്. അതിന് തെളിവ് നിങ്ങൾക്ക് അവർ കാണിച്ചു തന്നു? ഇല്ല, കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതിന് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ എല്ലാ രേഖകളും വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ആരും, ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ എൻ്റെ ഹസ്ബൻഡോ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വി നോ വാട്ട് ഹാപ്പൻ, വി നോ വാട്ട് ഇസ് ഹാപ്പനിങ് റൈറ്റ് നോ. പക്ഷേ ഇവർക്ക് അവരിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് പറയും, ചിലപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വേറെ പറയും. പറഞ്ഞു കൊടുക്കുന്നതേ അവരെ കൊണ്ട് പറയാൻ പറ്റും. മനസ്സിലായില്ല, നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വി നോ വാട്ട് ഹാപ്പൻ. അപ്പോൾ അവർക്ക് പിന്നിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണോ? ഉണ്ടാവാം. കാര്യം ഇവർക്ക് 3 പേർക്കും ഇത് ഇത്രയും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവിടെ വന്നിരുന്നൊരു 3 പേരല്ല നമ്മൾ ആരും സ്ക്രീനിൽ കണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നവരൊക്കെ അവരെന്ന് കണ്ടത്, ഇവിടെ വർക്ക് ചെയ്തവർ. അവർ പോലും ടി വിയിൽ നോക്കിയിട്ട് എൻ്റെ ഇവരിങ്ങനെ സംസാരിക്കുമോ എന്നുള്ള ഒരു ഷോക്കിലാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്.